എടുത്തോണ്ട് വേണം നിങ്ങൾ തിരിക്കാൻ. അപ്പൊ വണ്ടി മൂവ് ആകുന്നതിനനുസരിച്ച് തിരിച്ചു കൊടുക്കുക. കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കണം. കാരണം നമ്മുടെ വണ്ടിയുടെ ബാക്ക് എങ്ങോട്ടാണ് വരാനുള്ളത്? തൈ ഒരു ഭാഗത്തേക്കാണ് വരേണ്ടത്. കാരണം എന്തായാലും നമ്മുടെ ഈ റൈറ്റ് സൈഡിലെ ബാക്ക് ഭാഗം എന്തായാലും ഇങ്ങോട്ടേ മാറി വരാനുള്ളൂ. എന്തായാലും അങ്ങോട്ട് പോകാത്തതുകൊണ്ട് നമുക്ക് തട്ടാൻ ചാൻസ് ഉള്ള ഏത് ഭാഗത്തോട്ട് വരുമ്പോഴാണ്? ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോഴാണ്. അപ്പൊ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇങ്ങോട്ടേ മാറി വരുന്നത്. അപ്പം ആ ഭാഗം അങ്ങോട്ട് പോകുമ്പോൾ തട്ടാൻ ചാൻസ് കൊടുത്ത ഏത് ഭാഗത്തായിരിക്കും? ലെഫ്റ്റ് സൈഡിലായിരിക്കും. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കിക്കൊണ്ട് എത്രത്തോളം നമുക്ക് ബാക്കിലേക്ക് എടുക്കാമോ അത്രത്തോളം നമ്മൾ ബാക്കിലേക്ക് എടുക്കുക. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. അതായത് പലരും വണ്ടി മുൻപോട്ടങ്ങ് കുറച്ച് ഓടിക്കും. അതേ സമയത്ത് ഒരു തിരിക്കേണ്ട സാഹചര്യം വരുന്ന സമയത്ത് പലർക്കും പേടിയാണ്, തിരിക്കാൻ കൃത്യമായിട്ട് അറിയുന്നില്ല. പ്രത്യേകിച്ച് പല പല റോഡുകളാണ്, എല്ലാ റോഡും വലിയ വീതിയുള്ള റോഡുകളാണെന്നൊന്നുമില്ല. അപ്പൊ കൃത്യമായിട്ട് തിരിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, സ്റ്റിയറിംഗ് എങ്ങോട്ട് തിരിക്കണം, എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, ഏത് മിററിലാണ് നോക്കേണ്ടത്, കൃത്യമായിട്ട് ഒരു ധാരണയില്ല. അങ്ങനെയുള്ളവരാണ് നിങ്ങളും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അറിയാവുന്നവരൊന്നും കാണണമെന്നില്ല, ഞാനിത് അറിയാൻ മേലാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. അറിയാൻ മേലാത്തവർക്ക് ഇത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ പുതിയതായിട്ട് ഇപ്പം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ മാത്രം. കാരണം ഒരു 15 വർഷമായിട്ട് 20 വർഷമായിട്ട് ലൈസൻസും കയ്യിലുണ്ട്, വാഹനം വീട്ടിലും ഉണ്ട് സ്വന്തമായിട്ട്. പക്ഷെ അവരോട് ചോദിച്ചാൽ പറയാം ഞാൻ പഠിച്ചാന്ന് പറയും. പക്ഷെ സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറുന്നില്ല. ഇപ്പൊ പിന്നെ എന്ത് പഠിച്ചു? അപ്പൊ അങ്ങനെയുള്ളവർക്കും യൂസ്ഫുൾ ആകും എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അത് ഞാൻ കൃത്യമായിട്ട് വാഹനത്തിനുള്ളിൽ കയറിയിരുന്ന് കൃത്യമായിട്ട് എങ്ങോട്ടാണ് തിരിക്കേണ്ടതെന്നും അതുപോലെ തന്നെ എങ്ങോട്ടൊക്കെ വരുമ്പോഴാണ് കൃത്യമായിട്ടൊരു വാഹനം വളഞ്ഞു വരുന്നതെന്നും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. അതിന് ശേഷം ഞാൻ അകത്തിരുന്നു കൊണ്ട് എങ്ങോട്ടാണ് സ്റ്റിയറിംഗ് തിരിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാനത് പറഞ്ഞു തരാം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു വാഹനം തിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എത്രത്തോളം നമുക്ക് ലെഫ്റ്റ് സൈഡ് എത്രത്തോളം കിട്ടും അത്രത്തോളം നിങ്ങൾ കൊണ്ടുപോകണം. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്. ഇപ്പൊ നമുക്ക് ഈ രണ്ട് സൈഡിലും സ്പേസ് ഉണ്ട്. ഈ രണ്ട് സൈഡിലും സ്പേസ് ഉള്ള സമയത്ത് നിങ്ങൾ ഇവിടെ ഇങ്ങനെ തിരിക്കാൻ നിൽക്കരുത്. അതുകൊണ്ടാണ് നിങ്ങൾ കൃത്യമായിട്ട് ഒരു വാഹനം തിരിഞ്ഞു കിട്ടാത്തത്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? എത്രത്തോളം നമുക്ക് സ്പേസ് കിട്ടുമോ? ഇത് കണ്ടില്ല, നമുക്കിപ്പം ലെഫ്റ്റ് സൈഡിൽ ഒരു പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എത്രത്തോളം ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മുടെ ഫ്രണ്ടിനെ ആക്കാമോ അത്രത്തോളം ആക്കുക. ലെഫ്റ്റ് സൈഡിലോട്ട് ആക്കിക്കൊണ്ട് നിങ്ങളപ്പോൾ ക്ലച്ച് നിർത്തുകൊണ്ട് ഓടരുത്. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കിയതിനു ശേഷം നിങ്ങൾ കൃത്യമായിട്ട് ഈ റൈറ്റ് സൈഡിലെ മിററിൽ നമുക്ക് ഈ ഒരു വിഷ്വൽ കൃത്യമായിട്ട് കാണത്തക്കോല് വണ്ടി നിർത്തണം. എന്നാൽ മാത്രമേ, കണ്ടില്ലേ, നമുക്കപ്പം ഇവിടോട്ട് വന്ന് നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലോട്ടാക്കി ഞാൻ ഇപ്പൊ നോക്കിക്കോണം. ലെഫ്റ്റ് സൈഡിലോട്ടാക്കി എന്നിട്ട് ഞാൻ വലത്തേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു. വലത്തേക്ക് സ്റ്റിയറിംഗ് തിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? വണ്ടി നേരെ വരുന്നത്. കണ്ടാ? അപ്പൊ എന്നാലും നമുക്ക് ആ വായിക്കുള്ള വിഷ്വൽ കിട്ടത്തുള്ളൂ. അതേസമയത്ത് നമ്മൾ ഇങ്ങനെ നിർത്തുവാണെങ്കിലോ നമ്മൾ അവിടെ ഫ്രണ്ട് ഇങ്ങോട്ടൊക്കെ ഇറങ്ങി കിടക്കും, ബാക്ക് അങ്ങോട്ട് ഇറങ്ങി കിടക്കുന്ന നമുക്ക് കൃത്യമായിട്ടുള്ള വിഷ്വൽ കിട്ടുകയില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ തിരിച്ചു വെച്ച് നിങ്ങൾ അങ്ങോട്ട് തട്ടൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് തിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വണ്ടി മുന്നോട്ട് അങ്ങ് എടുക്കും. അപ്പൊ നമ്മുടെ വണ്ടി ഫ്രണ്ടിലേക്ക് കയറി അങ്ങ് കിടക്കും. കണ്ടില്ലേ? വലത്തേക്ക് പോയി, അന്നേരം ബാക്കോ ഇങ്ങോട്ട് മാറും. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. കാരണം ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി നമ്മുടെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ തട്ടാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ കയറി പോകരുത്. എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ആദ്യമേ നമ്മുടെ ഈ ഒരു ഭാഗത്ത് തന്നെ കൃത്യമായിട്ട് ചേർക്കുക. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഒരു വണ്ടി എവിടെയും സമടി നിർത്താൻ പറ്റുള്ളൂ. കണ്ടില്ലേ? ഇവിടോട്ട് വരുന്നതിന് ശേഷം സ്വല്പം വലത്തേക്ക് നമ്മൾ ആക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ, നമുക്ക് ബാക്കിയുള്ള വിഷ്വൽ കറക്റ്റായിട്ട് കാണും. നമുക്ക് റോഡിലോട്ട് ഫ്രണ്ട് ഇറങ്ങി പോവുകയും ചെയ്യരുത്. അതേപോലെ ആയതിനു ശേഷം നിങ്ങൾ വീണ്ടും നിർത്തുക. കാരണം നമ്മൾ വരുന്ന ഒരു ഗിയർ ചിലപ്പോൾ ഫസ്റ്റ് ഗിയർ തന്നെ കാണുമെന്നില്ല. അപ്പൊ നമ്മൾ അവിടെ നിർത്തിയതിനു ശേഷം എന്ത് ചെയ്യണം? വീണ്ടും നിങ്ങൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ബാക്കിൽ നിന്നുള്ള സമ്മതം മേടിക്കണം. കാരണം ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി ഈ സൈഡിൽ കൂടെ ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും കയറണമെന്നുണ്ടെങ്കിൽ ആരുടെ സമ്മതം മേടിക്കണം? ബാക്കിൽ നിന്നുള്ള സമ്മതം മേടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഫ്രണ്ടിൽ നിന്ന് നമ്മൾ വണ്ടി ഉണ്ടോ എന്ന് നോക്കണം. രണ്ട് സൈഡിൽ നിന്നും വണ്ടി ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ഇങ്ങനെ ഈ റോഡ് ക്രോസ് ചെയ്യണം വണ്ടി, എന്നാലും നമുക്ക് തിരിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ രണ്ട് സൈഡിലും വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വന്നതിന് ശേഷം എന്ത് ചെയ്യാം? നിങ്ങൾ സ്പേസ് കുറവുള്ള സ്ഥലങ്ങളാണെങ്കിൽ മാത്രം നിങ്ങൾ ഒടിച്ചാൽ മതി. അല്ലെങ്കിൽ വണ്ടി എടുത്തോണ്ട് എന്ത് ചെയ്യാവും? നമ്മൾ ആ ഭാഗത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ പതിയെ എടുത്തോണ്ട് ക്ലച്ച് നിർത്തോണ്ട് ഓടാതെ പതിയെ എടുത്തോണ്ട് അങ്ങോട്ട് എന്ത് ചെയ്യാം? തിരിച്ചു കൊടുക്കുക. എത്രത്തോളം വണ്ടിയുടെ ഫ്രണ്ട് എത്രത്തോളം വരാമോ അത്രത്തോളം കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യും. ഏതാ? ഗിയർ മാത്രം നിങ്ങൾ ഇടാൻ മറക്കത്തില്ല. ഗിയർ ഇടും. കാരണം റിവേഴ്സ് ആണല്ലോ പോകേണ്ടത്, ഗിയർ ഇടും. വീണ്ടും പലരും എന്ത് ചെയ്യും? ഈ ഒരു രീതി തന്നെ ഇപ്പൊ നമ്മുടെ നമുക്ക് തന്നെ അറിയാം, മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ എങ്ങോട്ട് തിരിച്ചാലേ വണ്ടി വരുവുള്ളൂ എന്നല്ല എല്ലാവർക്കും അറിയാം. അതേ സമയത്ത് റിവേഴ്സ് പോകുമ്പോൾ എന്ത് ചെയ്യും? ഈ വണ്ടി ഓഫും ആയി പോകരുത്, സ്പീഡുമായി പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഇതേ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. സ്റ്റിയറിംഗ് എന്ത് ചെയ്യത്തില്ല? തിരിക്കത്തില്ല. എന്നിട്ട് പതിയെ എന്ത് ചെയ്യും? എന്നിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. എന്താ സംഭവിക്കുക? നിങ്ങൾ തന്നെ നോക്കി കേട്ടാ. നമ്മൾ ആ വന്ന പൊസിഷൻ തന്നെ വണ്ടി അങ്ങനെ പോവുകയാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ റിവേഴ്സ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം
ഓപ്പോസിറ്റ് എന്നാണ്. അപ്പൊ നമ്മൾ അവിടെ കൊണ്ടുവന്ന് നമുക്ക് തന്നെ ഫസ്റ്റ് ഇട്ട് മുമ്പോട്ട് പോകുന്നതിന്റെ ഓപ്പോസിറ്റ് കളിയാണ് റിവേഴ്സ് എന്ന് പറയുമ്പോഴേ. അപ്പൊ നമ്മൾ അവിടെ കൊണ്ട് നിർത്തിയതിനു ശേഷം നമ്മൾ റിവേഴ്സ് ഗിയർ മാത്രം മാറിയാൽ പോരാ, നിങ്ങൾ തിരിച്ച് സ്റ്റിയറിംഗ് എന്ത് ചെയ്യണം, തിരിച്ചു പിടിക്കണം. കണ്ടില്ല, വീല് തിരിഞ്ഞു വരുന്ന കണ്ടില്ലേ? എന്നാൽ മാത്രമേ നമ്മുടെ വണ്ടിയുടെ ഈ ലെഫ്റ്റ് സൈഡ് ബാക്കി എങ്ങോട്ട് വരത്തുള്ളൂ, അങ്ങോട്ട് മാറി വരത്തുള്ളൂ, നമുക്ക് ഫ്രണ്ട് ഇങ്ങോട്ടും വലത്തേക്കും വരുള്ളൂ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ. അപ്പൊ അങ്ങനെ തിരിച്ചതിന് ശേഷം എത്രത്തോളം ബാക്കിലേക്ക്, അപ്പൊ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് വരുത്തോണ്ട് ഓടുക ചെയ്യരുത്. പ്രത്യേകിച്ച് നമുക്ക് റിവേഴ്സ് എന്ന് പറയുമ്പോഴേ ഓപ്പോസിറ്റ് ആണ്. അതിന്റെ കൂടെ നമുക്ക് റിവേഴ്സ് പവർ ഉള്ള ഗിയർ ആയതുകൊണ്ട് ക്ലച്ച് ചെറുതായിട്ട് എടുക്കുമ്പോഴെന്ത് ചെയ്യും, നല്ല സ്പീഡായിരിക്കും. എന്നിട്ട് വീണ്ടും നിങ്ങൾ എത്രത്തോളം വരെ അവിടെ നിർത്തിയതിനു ശേഷം ഫസ്റ്റ് ഗിയർ മാത്രം കൊടുത്താൽ പോരാ, നിങ്ങൾ സ്റ്റിയറിംഗ് എന്ത് ചെയ്യണം, തിരിക്കണം. സ്റ്റിയറിംഗ് തിരിച്ചാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, നമുക്ക് തിരിഞ്ഞു കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് തിരിഞ്ഞ് എത്രത്തോളം വരാമോ, എനിക്ക് വേണം ഈ ഒരു ഒറ്റ പിടിക്കാൻ ഓടിച്ചോണ്ട് പോവാം. നിങ്ങൾ അപ്പൊ അങ്ങനെ ചെയ്യണ്ട. നമ്മൾ 1-2 പ്രാവശ്യം എടുത്തെന്ന് പറഞ്ഞാലും നമ്മൾ മറന്നു പോകാതെ വണ്ണം, അതായത് മുമ്പോട്ട് എടുക്കുമ്പോൾ എങ്ങോട്ട് തിരിക്കുന്നു, അതിന് ഓപ്പോസിറ്റ് റിവേഴ്സ് എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും റിവേഴ്സ് ഗിയർ കൊടുക്കണം. മുൻപോട്ട് പോയപ്പോൾ എങ്ങോട്ടാണ് സ്റ്റിയറിംഗ് തിരിച്ച് അതിന് ഓപ്പോസിറ്റ് സ്റ്റിയറിംഗും തിരിക്കണം. കണ്ടോ? അല്ലാതെ നിങ്ങൾ എടുത്തോണ്ട് തിരിക്കാൻ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ സ്പീഡ് കാരണം വരുന്ന സമയത്ത് ആ വണ്ടിയുടെ സ്പീഡ് കാരണം നിങ്ങൾ തിരിക്കാൻ മറന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ 2 കാര്യം ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി തിരിഞ്ഞും കിട്ടും, വണ്ടി സ്പീഡിൽ പോയി എടുക്കാനും പറ്റും. കൃത്യമായിട്ട് നമുക്കൊരു വാഹനം തിരിക്കാനും കഴിയും. കണ്ടോ? കൃത്യമായിട്ട് നമുക്ക് തിരിച്ചുകൊണ്ട് നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് എന്ത് ചെയ്യാം, വണ്ടി എടുക്കാം. ഇപ്പൊ ഞാനത് കാണിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളിപ്പോ എത്രത്തോളം നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർക്കാമോ അത്രത്തോളം നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് ചേർക്കുക. ഇപ്പൊ ലെഫ്റ്റ് സൈഡ് ചേർത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നിർത്തി ഫസ്റ്റ് ഗിയർ കൊടുത്തു. ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡ് ചേർത്ത് വന്നു. എന്നിട്ട് ഈ ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്കിൽ വണ്ടിയില്ല, ഫ്രണ്ടിലും വണ്ടിയില്ല എന്ന് കണ്ടതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ എങ്ങോട്ട് തിരിക്കണം, റൈറ്റിലേക്ക് തിരിക്കണം. റൈറ്റിലേക്ക് തിരിച്ചാൽ മാത്രമേ വണ്ടിയുടെ ഫ്രണ്ട് കിട്ടും. അത് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് എല്ലാവർക്കും മനസ്സിലാകും. എന്നിട്ട് അവിടെ ചെന്നതിന് ശേഷം ചെയ്യണം, നിങ്ങൾ റിവേഴ്സ് ഗിയറും കൊടുക്കണം. അതിൻ്റെ കൂടെ നിങ്ങൾ ഓപ്പോസിറ്റ് തിരിക്കുകയും വേണം. ഓപ്പോസിറ്റ് തിരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൃത്യമായിട്ട് നമുക്കൊരു വണ്ടി നമുക്ക് തിരിഞ്ഞു കിട്ടത്തുള്ളൂ. അപ്പൊ ഇനി അതിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഞാൻ എങ്ങോട്ടാണ് സ്റ്റിയറിംഗ് തിരിച്ചതെന്നും വണ്ടി മുമ്പോട്ട് പോകുമ്പോൾ എങ്ങോട്ട് തിരിച്ചെന്നും റിവേഴ്സ് എടുക്കുമ്പോൾ എങ്ങോട്ട് തിരിച്ചതും അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനത് കാണിച്ചു തരാം. കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ തനിയെ വാഹനം ഓടിക്കുവാൻ പേടി അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടുപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസിന് ശേഷം പ്രാക്ടീസിന് വല്ല പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുമെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം, 70 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസ് കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മൾ പേടിച്ചിരിക്കുന്നു? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജില്ല ഏതാണ്ട് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ ഇപ്പൊ ഈ ഒരു സൈഡിലേക്ക് തന്നെ എന്താണ് ചേർത്ത് നിർത്തുന്നത്. നമ്മളിപ്പോ റോഡിന്റെ വെളിയിലാണ്, അവിടെ സ്പേസ് ഉള്ളതാണ്, ഇങ്ങോട്ട് അങ്ങ് ഇറങ്ങി കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ. നിങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അവിടെ ഒരു ചെറിയ മതിൽ ഏതാണെന്ന് പറഞ്ഞ് നിങ്ങൾ തട്ടൊന്നും പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പോകും, അവിടെ നോക്കിക്കൊണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ വണ്ടി ചേരാത്തത്. നിങ്ങൾ ഈ ഒരു ഫ്രണ്ടിലോട്ട് തന്നെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, എത്രത്തോളം നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് ചേർക്കാമോ അത്രത്തോളം നമ്മൾ ചേർക്കുക. അതുകൊണ്ടാ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ നിൽക്കുന്നു, എന്നിട്ട് നമുക്ക് ബാക്ക് കാണണം. കാരണം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ബാക്ക് കാണത്തില്ല. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്തു, സ്വല്പം റൈറ്റിലോട്ട് ആക്കിയിട്ട് പതിയെ എടുത്ത് കാണിച്ചു. അപ്പൊ വിഷ്വല് മൊത്തം റോഡിൽ കാണത്തക്ക പോലെ നിർത്തി. കറക്റ്റായിട്ട് നമുക്ക് മിററിൽ നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ബാക്ക് കാണാം. ഇത് കാണാം, വിഷ്വല് കറക്റ്റായിട്ട് റോഡ് ഫുള്ളായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കാണത്തക്ക പോലെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വണ്ടി നിർത്താൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നിർത്തിയതിനു ശേഷം നമ്മൾ ബാക്കിൽ വണ്ടി ഉണ്ടോ എന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കണം. അതായത് നമ്മൾ ചിലപ്പോൾ ഓടി വന്ന ഗിയർ ചിലപ്പോൾ ഏതെങ്കിലും ഗിയർ ആയിരിക്കും. അപ്പൊ അവിടെ കൊണ്ട് നിർത്തിയതിനു ശേഷം നിങ്ങൾ പലരും എന്ത് ചെയ്യും, പെട്ടെന്ന് അങ്ങ് തിരിക്കാനുള്ള ആ ഒരു വെപ്രാളം ധൃതിയും കാരണം പലതും മറന്നു പോകും, ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം മറന്നു പോകും. നമ്മുടെ വണ്ടിയിലുള്ള കാര്യങ്ങൾ ചെയ്താലേ നമ്മൾ ഒരു വണ്ടി ഇല്ലെങ്കിൽ എടുക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കൊരു വണ്ടി എടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത് പ്രത്യേകം പിന്നെ പറയാനുള്ള കാരണം പലരും എന്ത് ചെയ്യും, എങ്ങനെയാലും ഒരു വണ്ടി തിരിക്കാനെന്ന് നോക്കുന്നത്. അപ്പൊ വണ്ടിയിൽ എന്തെങ്കിലും ചെയ്താലല്ല നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പൊ അത് പലരും ശ്രദ്ധിക്കത്തില്ല. അപ്പൊ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിലെ കാര്യങ്ങൾ കൃത്യമാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട സമയത്തും കൃത്യമായിട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പൊ കൊണ്ട് നിർത്തി ഫസ്റ്റ് ഗിയർ തന്നെ കൊടുത്തു. ബാക്കിൽ വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തി, ഫ്രണ്ടിലും വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തണം. അപ്പൊ 2 സൈഡിലും വണ്ടി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പതിയെ ക്ലച്ചിൽ നിന്ന് എടുത്തുകൊണ്ട് കണ്ടില്ലേ, എടുത്തുകൊണ്ട് വേണം നിങ്ങൾ തിരിക്കാൻ. അപ്പൊ വണ്ടി മൂവ് ആകുന്നതിനനുസരിച്ച് തിരിച്ചു കൊടുക്കുക. കണ്ടോ? എന്നിട്ട് നമുക്ക് എത്രത്തോളം ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാമോ അത്രത്തോളം കൊണ്ടതിന് ശേഷം ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടി നിർത്തുന്നു. അതിനുശേഷം നിങ്ങൾ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ സ്റ്റിയറിംഗ് കൂടെ എന്ത് ചെയ്യണം, ഇങ്ങനെ അങ്ങ് തിരിക്കണം. പലരും എന്ത് ചെയ്യണം, ഇങ്ങനെ കിടക്കുന്നിടത്തുനിന്ന് ഞാൻ തിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇത്രയും വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ലെഫ്റ്റ് സൈഡോട്ട് വരത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണം,
നമ്മൾ ഒരു പിശുക്ക് കാണിക്കാതെ നമ്മൾ മുൻപോട്ട് നമ്മൾ എന്തായാലും നമ്മൾ കയറി വരുന്നതിന് നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്വല്പമായിട്ടല്ല തിരിക്കുന്നത്, അത് നമുക്കറിയാം. സ്വല്പം തിരിച്ച് അങ്ങോട്ടേ പോകുള്ളൂ എന്നുള്ളത്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വണ്ടി തിരിഞ്ഞു കിട്ടണം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റിയറിംഗും അതുപോലെ നമ്മൾ ലോക്കാക്കണം. ലോക്കാക്കി എടുത്ത്, കാരണം സ്പേസ് കുറവെടുത്തല്ല, ലോക്കാക്കി എടുത്താൽ എന്തെങ്കിലും വണ്ടി പെട്ടെന്ന് തിരിഞ്ഞു കിട്ടത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കണം. കാരണം നമ്മുടെ വണ്ടിയുടെ ബാക്ക് എങ്ങോട്ടാ വരാനുള്ളത്? ഈ ഒരു ഭാഗത്തേക്കാണ് വരേണ്ടത്. കാരണം എന്തായാലും ഈ നമ്മുടെ ഈ റൈറ്റ് സൈഡിലെ ബാക്ക് ഭാഗം എന്തായാലും ഇങ്ങോട്ടേ മാറി വരാനുള്ളൂ. എന്തായാലും അങ്ങോട്ട് പോകാത്തതുകൊണ്ട് നമുക്ക് തട്ടാൻ ചാൻസ് കൂടുതൽ ഏത് ഭാഗത്തോട്ട് വരുമ്പോഴാണ്? ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോഴാണ്. അപ്പൊ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇങ്ങോട്ടേ മാറി വരുത്തുള്ളൂ. അപ്പം ആ ഭാഗം അങ്ങോട്ട് പോകുമ്പോൾ തട്ടാൻ ചാൻസ് കൂടുതൽ ഏത് ഭാഗത്തായിരിക്കും? ലെഫ്റ്റ് സൈഡിലായിരിക്കും. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കിക്കൊണ്ട് എത്രത്തോളം നമുക്ക് ബാക്കിലേക്ക് എടുക്കാമോ അത്രത്തോളം നമ്മൾ ബാക്കിലേക്ക് എടുക്കുക. മിററിൽ നോക്കി തന്നെ വേണം നമ്മൾ റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പണ്ട് അത് തട്ടിതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ നമുക്ക് വണ്ടി എത്തിയിട്ടില്ല, സ്വല്പം കൂടെ വരാനുണ്ട്. അപ്പൊ നിങ്ങളെ ആ ഒരു മിററിൽ നോക്കിക്കൊണ്ട് എത്രത്തോളം നമുക്ക് തോന്നണം, മറ്റുള്ളവർ പറയാതെ നമുക്ക് തോന്നണം മതി. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് നിർത്തണം. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് എടുക്കണം എന്നല്ലേ ഉള്ളൂ. അല്ലാതെ മതിയോ നമുക്ക് ആരോടും ചോദിക്കാൻ വേണ്ട. നമുക്ക് തന്നെ അറിയാം. മുമ്പോട്ട് നമുക്ക് ബാക്ക് കാണാൻ പറ്റില്ല. നമ്മൾ എങ്ങോട്ട് തന്നെ നോക്കിയാലേ ബാക്ക് കാണത്തുള്ളൂ, മിററിൽ നോക്കിയാലേ ബാക്ക് കാണത്തുള്ളൂ. അപ്പൊ നമ്മൾ മിററിൽ നിന്ന് കണ്ണൂടെ പോയാൽ എന്തായിരിക്കും അവസ്ഥ? കയ്യിൽ നിന്ന് വണ്ടി പോകും. അപ്പൊ നമ്മൾ മിററിൽ തന്നെ നോക്കിക്കൊണ്ട് എത്രത്തോളം കൊണ്ടുവരാമോ അത്രത്തോളം കൊണ്ടുവരിക. എന്നിട്ട് വീണ്ടും നമ്മൾ അവിടെ നിർത്തി ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു. നമ്മുടെ സ്റ്റിയറിംഗും തിരിക്കുക. സ്റ്റിയറിംഗ് തിരിക്കാതെ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു കാരണവശാലും എടുക്കരുത്. അപ്പൊ നമ്മൾ സ്റ്റിയറിംഗും ഫസ്റ്റ് ഗിയർ കൊടുത്തു, സ്റ്റിയറിംഗും തിരിച്ചു. സ്റ്റിയറിംഗ് തിരിച്ചതിന് ശേഷം പതിയെ നിങ്ങൾ എന്ത് ചെയ്യണം? എടുത്ത് നോക്കണം. കാരണം ചിലപ്പോൾ ഒരു കയറ്റം കാണും, ചിലപ്പോൾ ഒരു സ്ലോപ്പ് കാണും. അപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് ബ്രേക്കിൽ നിന്ന് മാറ്റി എടുക്കുമ്പോൾ എന്ത് ചെയ്യും? കാരണം ബാക്കിലോട്ട് പോകും. ഇപ്പൊ ഇവിടെ ചെറിയൊരു സ്ലോപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ ബ്രേക്ക് വെച്ചോണ്ട് ചെറുതായിട്ടൊന്ന് ക്ലച്ചിൽ നിന്ന് എടുത്ത് ആ വണ്ടി ആ ഒരു ബൈറ്റിംഗ് പോയിന്റ് നിന്ന് ഞാൻ ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുകയാണ്. അപ്പൊ ഞാൻ റൈറ്റോട് തിരിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാം എത്രത്തോളം വന്നു അത്രത്തോളം വന്നു. വീണ്ടും നമ്മൾ എത്രത്തോളം വന്നാൽ അവിടെ നിർത്തണം. അപ്പൊ നിർത്തിയതിനു ശേഷം ഗിയർ വീണ്ടും നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്തു. വീണ്ടും നമ്മൾ ഓപ്പോസിറ്റ് തന്നെ തിരിക്കണം. നമുക്ക് പെട്ടെന്ന് വണ്ടി തിരിക്കണ്ട. അപ്പൊ നമുക്ക് സ്റ്റിയറിംഗ് മാത്രം തിരിക്കാൻ പലരും മറന്നു പോകുന്നതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. സ്റ്റിയറിംഗ് തിരിച്ചു എത്രത്തോളം ബാക്കിലോട്ട് വരുമോ നമ്മൾ ആ മിററിൽ നോക്കി തന്നെ ബാക്കിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം അവിടെ വീണ്ടും നിർത്തി ഫസ്റ്റ് ഗിയർ കൊടുത്തു, വീണ്ടും നമ്മൾ തിരിക്കുക. ആണോ? കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ ഒരു വാഹനം തിരിച്ചെടുക്കാൻ കഴിയും. അപ്പൊ നമ്മൾ എന്താണോ മുൻപോട്ട് പോവുകയും ചെയ്യുന്നത്, പലർക്കും റിവേഴ്സ് എടുക്കുമ്പോഴാണ് പലർക്കും തെറ്റുന്നത്. അപ്പൊ നമുക്ക് റിവേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാം നമുക്ക് അതിന്റെ അർത്ഥം ഓപ്പോസിറ്റ് എന്നാണ്. നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതിന് ഓപ്പോസിറ്റ് കാര്യങ്ങൾ മുഴുവൻ ചെയ്യണം. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് തിരിക്കുന്നുമുണ്ട്, ഫസ്റ്റ് ഗിയർ ഇടുന്നുമുണ്ട്. അപ്പൊ റിവേഴ്സ് എന്ന് പറയുമ്പോഴോ നമുക്ക് റിവേഴ്സ് ഗിയർ കൊടുക്കുകയും വേണം, ഓപ്പോസിറ്റ് തിരിക്കുകയും വേണം. അല്ല നമ്മൾ ഓപ്പോസിറ്റ് തിരിക്കാതെ കൊണ്ടാണ് വണ്ടി തിരിഞ്ഞു കിട്ടാതെ പോലെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചതും പറഞ്ഞതും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി വ്യക്തമായി സംസാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടല്ലോ ഇന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്തൊരു നാണോ എന്ന് വിചാരിക്കണം. ഞാൻ ഇന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ കളിയാക്കുമോ എന്ന് ചോദിക്കണം. കാരണം മറ്റുള്ളവർ നമ്മൾ ചോദിച്ചിട്ട് നമ്മളെ കളിയാക്കിയോണ്ടാണ് നമുക്കൊരു വണ്ടിയെ കയറുന്നൊന്നും ചെയ്യാൻ കഴിയാത്തത്. എന്റെ ചാനലിനകത്ത് വന്നിട്ട് നിങ്ങൾ തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. സമയം കിട്ടുന്ന പോലെ ഒന്നിൽ വീഡിയോ ചെയ്യുമോ അല്ല അതിന് ഞാൻ മറുപടി തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയി ഈ ഒരു വീഡിയോ എന്നുള്ളതും നിങ്ങളത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.